ഫ്രണ്ട്സ്, SJVN ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിൽ അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല, നിങ്ങൾ അവസാന വർഷം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, അതുപോലെ പോസ്റ്റിംഗ് ലൊക്കേഷൻ, സാലറി തുടങ്ങിയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ടാവും, മുഴുവനായിട്ടും കാണുക. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ, നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം SJVN ലിമിറ്റഡ്. ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും അതുപോലെ ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ്റിൻ്റെയും ഒരു സംയുക്ത സംരംഭമാണ് ഈ പറയുന്ന SJVN എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഇതിൻ്റെ ബിസിനസ് ആയാലും അതുപോലെ ഇതിൻ്റെ വിവിധ പ്രൊജക്റ്റുകളായാലും നിങ്ങൾക്ക് കാണാം. ഹിമാചൽ പ്രദേശിലും അതുപോലെ ഉത്തരാഖണ്ഡ്, ബീഹാർ, മഹാരാഷ്ട്ര, UP, അതുപോലെ പഞ്ചാബ്, ഗുജറാത്ത്, അരുണാചൽ പ്രദേശ്, രാജസ്ഥാൻ, ആസാം, ദെൻ ഒഡീഷ, മിസോറാം, മധ്യപ്രദേശ് ഇവിടങ്ങളിലൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ്. എക്സിക്യൂട്ടീവ് ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പേ ലെവലിലൂടെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ നിങ്ങൾക്കൂടെ കാണാം. 50,000 മുതൽ 1,60,000 ആണ്. നിങ്ങൾക്ക് ഐഡിയക്ക് പുറമെ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളുണ്ട്. HR, അതുപോലെ നിങ്ങൾക്ക് അക്കോമഡേഷൻ, അതുപോലെ ഈ PF, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു മെഡിക്കൽ അസിസ്റ്റൻസ് തുടങ്ങിയുള്ള കുറേ ആനുകൂല്യങ്ങൾ വേറെയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 വർഷം ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളത് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ പോസ്റ്റ് വൈസ് ക്വാളിഫിക്കേഷനും വാക്കൻസീസും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വാക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് നമ്മോട് ചോദിച്ചിരിക്കുന്നു, ഉദ്യോഗാർത്ഥികൾ പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BEd അല്ലെങ്കിൽ MD ചെയ്യാൻ പറ്റും, അതും റെഗുലർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് 2025-27 അക്കാദമിക് ഇയറിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള PSC, അതുപോലെ UGC, UPSC, NCTE അപ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കും. യാതൊരു പ്രശ്നമില്ല. PSC എഴുതാം. PSCയിൽ നിങ്ങൾക്ക് വിവിധ ടീച്ചിങ് പോസ്റ്റുകൾ അറിയാം. HSA, UPSA, നിങ്ങൾക്ക് HSST തുടങ്ങിയിട്ടുള്ള എല്ലാവിധ എക്സാമുകളും നിങ്ങൾക്ക് എഴുതാം. അത് അപ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ചെയ്യാം. BEd അല്ലെങ്കിൽ MD ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ് ഇത് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈറോഡാണ് ഇതിൻ്റെ കോളേജ് വരുന്നത്. റെഗുലർ ആണ് കോഴ്സ് ടൈപ്പ് വരുന്നത്. ഡിസ്റ്റൻസ് മോഡോ അങ്ങനെ ഒന്നുമല്ല, ഉടായ്പ ഒന്നുമല്ല. അതുപോലെ തന്നെ ഓഫ്ലൈൻ മോഡ് എക്സാം ഉണ്ടായിരിക്കും. 2 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ അവൈലബിൾ ആയിരിക്കുന്ന കോഴ്സുകളോടെ കൊണ്ട് ഇംഗ്ലീഷ്, കോമേഴ്സ്, മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോ സയൻസ് എല്ലാവിധ ഗ്രൂപ്പുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇനി വിളിക്കണമെങ്കിൽ വിളിച്ചന്വേഷിക്കാം. ഓക്കെ, അഡ്മിഷൻ എടുത്തോളൂ. കാരണം നല്ല അവസരമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നമ്മളിപ്പം BEd ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താണ് 2 വർഷം നമ്മൾ റെഗുലറായിട്ട് കോളേജുകളിൽ പോയി അതോടൊപ്പം തന്നെ നമ്മൾ വലിയൊരു എമൗണ്ട് ഫീ ഒക്കെ വേണം. ഇനി അതെല്ലാം നമുക്ക് മെറിറ്റിൽ കിട്ടുകയാണെങ്കിലൊക്കെ നമുക്ക് കുറഞ്ഞ ഗവൺമെൻറ് കോളേജുകൾ ഇതൊക്കെ ഉള്ളൂ. അല്ലാത്ത സമയത്ത് അത്യാവശ്യം നല്ല ഫീയും കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ അപ്പോൾ കോഴ്സ് ഫീ വരുന്നത് 69,000 ആണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ കൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കാം. അതിൽ ഞാനിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. SJVൻ്റെ പോസ്റ്റിൽ തന്നെ അറ്റാച്ച് ചെയ്യുന്നത് കൂടെ കാണാം. ഈ ഒരു പോസ്റ്ററിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളിലേക്ക് ഒരു പോകും. കാണാം 2025-27 ബാച്ച് ബുക്കിംഗ് ആരംഭിച്ചു. അതിൻ്റെ മറ്റു ഡീറ്റെയിൽ ആയ കാര്യങ്ങളെല്ലാം അതിൽ മലയാളത്തിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം. അത് ഏതൊക്കെ നമുക്ക് ഇക്വലൻസി കിട്ടുമോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. BEd താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇത് അതുപോലെ നമ്മൾ കമൻറ്റിൽ ഇത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നമ്മുടെ SJVൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതിൽ ഡിസിപ്ലിൻ, അതുപോലെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, നമ്പർ ഓഫ് പോസ്റ്റ്, ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സിവിലിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30 വേക്കൻസി അതിലുണ്ട്. OBC, ജനറൽ, SC വേക്കൻസികളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ആ ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ 15 വേക്കൻസിയാണ്. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മെക്കാനിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 15 വേക്കൻസി ഉണ്ട്. ദെൻ HR നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ വേണം. പ്ലസ് നിങ്ങൾക്ക് പേഴ്സണൽ അല്ലെങ്കിൽ HR ഏതെങ്കിലും ഒന്നും മതി. ഒന്നെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ HR ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അതല്ലെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ HR ഉള്ള MBA, ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ പ്ലസ് നിങ്ങൾക്ക് MBA നിങ്ങൾക്ക് ഒന്നെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ HR. ഇനി അതല്ല MBA ഇല്ല, നിങ്ങൾക്ക് PG ഡിപ്ലോമ ഉണ്ട് വിചാരിക്കുക. ഈ പറയുന്ന പേഴ്സണൽ അല്ലെങ്കിൽ HR അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 7 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസി ഉണ്ടായിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എൻവയോൺമെൻറ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക്
നിങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് എന്താണ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും അത് ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസിലോ PG ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിലും നിങ്ങൾക്ക് 7 വേക്കൻസി ഇവിടെ കാണുന്നുണ്ട്. ദെൻ ജിയോളജിയാണ്. ജിയോളജി നിങ്ങൾക്ക് MSc അല്ലെങ്കിൽ MTech ജിയോളജി, അതായത് ഒന്നെങ്കിൽ MSc അല്ലെങ്കിൽ MTech ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി അല്ലെങ്കിൽ ജിയോ ഫിസിക്സ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ജിയോ ഫിസിക്സിലോ ജിയോളജിയിലോ അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജിയിൽ നിങ്ങൾക്ക് MSCയോ അല്ലെങ്കിൽ MTechോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ നമ്മൾ മെയിൻ സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് ജിയോളജി അതിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. MSc ആണെങ്കിലും ഈ പറയുന്ന MTech ആണെങ്കിലും എഞ്ചിനീയറിംഗ് ജിയോളജി ആയിരിക്കണം മെയിൻ സബ്ജക്റ്റ് എന്ന് അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MSc അല്ലെങ്കിൽ MTech നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ജിയോളജി തന്നെ നിങ്ങൾ ചെയ്തവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൻ സബ്ജക്റ്റായിട്ട് എഞ്ചിനീയറിംഗ് ജിയോളജി നമ്മൾ ഈ പറയുന്ന MSc അല്ലെങ്കിൽ MTechൽ പഠിച്ചിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾ എഞ്ചിനീയറിംഗ് ജിയോളജിയിൽ എന്താണ് MSc അല്ലെങ്കിൽ MTech കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 7 വേക്കൻസി ഉണ്ട്. ഇനി IT ആണ്. IT-ലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ഗ്രാജുവേഷനാണ് അല്ലെങ്കിൽ IT-യിലുള്ള ഗ്രാജുവേഷനാണ് കേട്ടോ. 6 വേക്കൻസി ഉണ്ട്. ഇതിനടുത്ത് ഫൈനാൻസ് ആണ്. ഫൈനാൻസിലേക്ക് നിങ്ങൾക്ക് CA അല്ലെങ്കിൽ ICAA CMA അതും അല്ലെങ്കിൽ 2 ഇയർ MBA സ്പെഷ്യലൈസേഷൻ ഫൈനാൻസ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. CA മാത്രം വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന CMA ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് MBA പറയുന്ന ഫൈനാൻസിൽ MBA ഉള്ളവർക്ക് അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. 20 വേക്കൻസി ഉണ്ട്. ഇനി നിങ്ങൾക്ക് ലോ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് LLB കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങൾ 5 വർഷം കഴിഞ്ഞവരാണെങ്കിലും ഇനി 3 വർഷം ഡ്യൂറേഷനിൽ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. 7 വേക്കൻസി. അങ്ങനെ 114 വേക്കൻസിയാണ്. നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ കൂട്ടുകാരുണ്ട് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്ക് മിനിമം പാസ് മാർക്ക് വേണം. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% മാർക്ക് മതി. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനിൽ മിനിമം 50% മാർക്ക് മതി. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മിനിമം 55% മാർക്ക് വേണം കേട്ടോ. ഇപ്പോൾ CA ഈ പറയുന്ന CMA ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷനൊന്നും ഈ പറയുന്ന പെർസെൻറ്റേജ് ബാധകമല്ല. അവർ ജസ്റ്റ് അത് സിമ്പിൾ പാസ്സായാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർ എന്താണെന്ന് വെച്ചാൽ 31/7/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് ഫൈനൽ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ് അവരെന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി ഇവിടെ PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറിക്ക് അതിൽ അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഏജ് ലിമിറ്റും ഏജ് റിലാക്സേഷനാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30 ആണ് കേട്ടോ. അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് പറയാം. ക്ലോസിംഗ് ഡേറ്റിലേക്ക് 30 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ OBC NC ആണെങ്കിൽ 33 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 35 വയസ്സ് വരെയും, PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാന് നിശ്ചയമായുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ഉണ്ടായിരിക്കുക. ഇതിൽ സെക്ഷൻ 1-ൽ 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ വരുന്നുണ്ട്. അത് ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സെക്ഷൻ 2-ൽ വരുന്നത് 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ വരുന്നത് ജനറൽ എബിലിറ്റി, ലീഗൽ, റീസണിങ്, അതുപോലെ ഇൻ്റലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ മാർക്കിംഗ് ഒന്ന് ശരിയല്ല, ഒരു മാർക്ക് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. എങ്കിലും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ച് നോക്കി എഴുതണം. ഇനി ടെസ്റ്റ് സെൻറ്റർ, എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. ന്യൂഡൽഹി നിങ്ങൾക്കൂടെ കാണാം, ചണ്ഡീഗഡ്, അതുപോലെ നിങ്ങൾക്കൂടെ കാണാം അരുണാചൽ പ്രദേശ്, ഡെറാഡൂൺ, ഇവിടെയൊക്കെയാണ്. പിന്നെ ഹിമാചൽ പ്രദേശിൽ ഷിംല കാണാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ കേരളത്തിലൊന്നും എക്സാം സെൻറ്റർ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കേരളത്തിൽ എക്സാം സെൻറ്റർ വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. എല്ലാ എക്സാമുകളും പോയി എഴുതുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് 1 ഇയർ ഓൺ ജോബ് ആൻഡ് ക്ലാസ് റൂം ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുക. ആ ട്രെയിനിങ് ഇതിൻ്റെ വിവിധ പ്രൊജക്റ്റിലും വിവിധ ഓഫീസുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ സബ്സിഡി അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടുള്ള വിവിധ സ്ഥാപനങ്ങളുണ്ട്, വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ ട്രെയിനിങ് ലഭിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് പോകേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യണം. 500 GB ഫയൽ സൈസ് കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ 600 രൂപ അപേക്ഷാ ഫീസും പ്ലസ് അതിൻ്റെ ഒരു 18% GST ഉണ്ടായിരിക്കും. അപ്പോൾ അത്ര എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടയ്ക്കണം. SC ST EWS അതുപോലെ PWD എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ ഫീസും വേണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ CBT ക്ലാഷ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ് ഏത് എഴുതണം എന്നുള്ളത് കേട്ടോ. അതായത് വിവിധ പോസ്റ്റിന് ഒരേ ടൈമിന് എക്സാമൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് എഴുതണം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. ഒന്നിലധികം അപ്ലൈ ചെയ്യുന്ന യാതൊരു പ്രശ്നവുമില്ല. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 28/4 ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് 22/4 നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം 28/4 ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഓപ്പൺ ആകുക. ആ സമയത്ത് നമ്മൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ എവിടുന്ന് നിങ്ങൾക്ക് അത് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ. അതോടൊപ്പം ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് 18/5 കേട്ടോ. 18/5 വരെ നിങ്ങൾക്ക്
എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മിനിമം ഏജ് 18 അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SJVN എക്സിക്യൂട്ടീവ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ B.Edൻ്റെ അതിലേക്ക് താല്പര്യം ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോയിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പർ ഇതിലുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫോം ആക്റ്റീവ് ആകുന്നത് 28-നാണ്. ഏപ്രിൽ 28-നാകുമ്പോൾ ഞാനത് എന്ത് ചെയ്യും, ലിങ്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വാട്സപ്പ് ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്